ഏറ്റവും അവസാനം ആവാം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ആ പുസ്തകം തയ്യാറാക്കിയത് നമ്മുടെ കൃഷ്ണൻ പറ്റിയത്. അപ്പൊ മനസ്സിലാക്കി ഇതുവരെ ഇത്രയും നാളെ ചീത്ത ഭാഷണങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുകയും അവസാനം നല്ല ഭക്ഷണം ഏതെന്ന് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയും. ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷെ ഇവിടെ കാണും. കൃഷ്ണൻ പറ്റിയുടെ അദ്ദേഹം എഴുതിയ പുസ്തകം നല്ല ഭക്ഷണം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത്. അതെ, നല്ല ഭക്ഷണം. തീർച്ചയായിട്ടും ഇതെല്ലാവരും വാങ്ങിച്ച് വായിക്കണം. വായിച്ച പോലെ പ്രയോഗത്തിലാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് വിവരങ്ങളുണ്ട് അല്ലെ? നമ്മളൊക്കെ പ്രായമായാലും സീനിയർ സിറ്റിസൺ ആയാലും ഒക്കെയാണ് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വിവരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ജീവിക്കുമ്പോൾ വേണ്ട ചില അടിസ്ഥാന വിവരങ്ങള് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഉദാഹരണത്തിന്, നാം എന്ത് കഴിക്കണം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല, അമ്മ പറഞ്ഞു തന്നിട്ടില്ല, ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ല. എന്ത് കഴിക്കരുതെന്നാരാ ഒരു പക്ഷെ കൃഷ്ണൻ പോറ്റിയെ പോലുള്ള ചിലർ പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, ഇതൊന്നും ആരും ഒരിക്കലും പറഞ്ഞു കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഇത്തരം ചില വിവരങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഒക്കത്തുള്ളൂ അല്ലേ? നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. ഒരാൾക്ക് മറുപടി ഇല്ലെങ്കിൽ അടുത്ത പറഞ്ഞോട്ടെന്ന് വിചാരിച്ചാ മോശം ഇതായിട്ട് തോന്നില്ല കേട്ടോ. എന്തിനാ ആഹാരം കഴിക്കുന്നത്? ആരോഗ്യത്തെ മാത്രമേ രക്ഷിക്കുള്ളൂ. നമ്മളെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം. ഏത് പ്രവൃത്തി ചെയ്യാനാണെങ്കിലും ഊർജം വേണം. ഇപ്പൊ എനിക്ക് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ എഴുതണമെങ്കിൽ നടക്കണമെങ്കിൽ ഇത് നമുക്ക് ഊർജം വേണ്ടേ? ഊർജം വേണ്ടേ? രണ്ടാമത്, നമ്മുടെ ശരീരത്തിന് ചൂട് നിലനിർത്തണം. ചൂടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ചൂടില്ലെങ്കിൽ ആള് ക്ലോസ്. അപ്പൊ നമ്മുടെ ജീവന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചൂട്. ഇച്ചിരി ഔട്ട് ഓഫ് ദ വേ ആണെങ്കിലും നമ്മുടെ ഒരു ജനറൽ നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ ആരാണ്? ഈശ്വരൻ വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. ഈശ്വരൻ എന്നുള്ള ഒരു സംസ്കൃത വാക്കാണ്. നമ്മളെ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ പോലെയല്ല സംസ്കൃത വാക്കുകൾ. അപ്പൊ നമ്മുടെ ചില അക്ഷരത്തിന് നമുക്ക് കണക്കാക്കണ്ട. ബാക്കി 3 അക്ഷരങ്ങൾ ഈ ശ ര. ഈ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, മനസ്സ്. ഇച്ഛ, മനസ്സ്, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ബുദ്ധി, അതൊക്കെയാണ് ഈ. ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക, ബ്രീത്ത് ചെയ്യുക. എന്ന് പറഞ്ഞാല് രവി, ചൂട്. ഈ 3 സംഗതികൾ ഉള്ളതിനാണ് ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം, ശ്വാസോച്ഛ്വാസം ചെയ്യണം, ചൂടുണ്ടായിരിക്കണം. ഈ 3 സംഗതി ഉള്ളതെല്ലാം ഈശ്വരൻ. അതാണ് എന്നിലും നിങ്ങളിലും എല്ലാം ഈശ്വരാംശം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാല് ഈ 3 സംഗതിയുള്ളൂ. നമുക്ക് നമ്മുടെ ഈശ്വരനായിട്ട് നിലനിൽക്കണമെങ്കിൽ, ശരീരത്തിന് ചൂട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഈ സംഗതികൾക്കുള്ള ഊർജം കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ്. ഇപ്പൊ നമുക്ക് ഊർജം കിട്ടണമെങ്കിൽ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം വേണം. അന്നജം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന അന്നജം? ചോറ്, അരി, ഗോതമ്പ് അല്ല, കപ്പ, പിന്നെ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള ഉരുളക്കിഴങ്ങ്, ഇതുപോലുള്ള ചില കിഴങ്ങുകൾ. അരി, ഗോതമ്പ്, കപ്പ. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കപ്പ. കേരളത്തിൽ കപ്പ വന്നിട്ട് എത്ര വർഷമായി? എന്താണ് പറയാൻ കഴിയും? കേരള മെമ്പറാണോ? അപ്പം അതിനു മുമ്പ് നമ്മൾ കപ്പ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്. രണ്ടാമത്, നമ്മുടെ ശരീര നിർമ്മിക്കുന്ന ചില സംഗതികൾ. കുട്ടികൾ വളരണം,
അല്ലേ? വളരണം. വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ടത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ മലയാളത്തിൽ മാംസം എന്ന് പറയും. മാംസം അത് വെജിറ്റേറിയൻ മാംസം വേണോ നോൺ വെജിറ്റേറിയൻ വേണോ എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ മാംസം വേണം നമുക്ക്. മാംസം ഇപ്പം നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാംസ്യം പ്രോട്ടീൻ കിട്ടാൻ എന്ത് കഴിക്കും? ഇറച്ചി കഴിക്കാത്തതാണ് നോൺ വെജിറ്റേറിയൻ. പയർ. മൂന്നാമത് നമുക്ക് കൊഴുപ്പ് വേണം. കൊഴുപ്പ് എന്തിനാ കൊഴുപ്പ്? ആഹാരത്തിൽ കൊഴുപ്പ് വേണം. സെല്ലുകളുടെ ഘടന. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ആഹാരത്തിനെ നമുക്കൊരു ഫുഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഭക്ഷണ തളിക എന്ന് പറയാം. ഭക്ഷണ തളിക. ഈ ഭക്ഷണ തളികയെ നമ്മള് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് അതില് 25% ധാന്യമായിരിക്കും. 25% ധാന്യം. മൊത്തം പറയുന്ന ഒരു ദിവസത്തെ ആഹാരം നമ്മൾ മൊത്തം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. അപ്പൊ ഇവർ പറയുന്നത് ഒരു നേരമാകാം, 2 നേരമാകാം, 3 നേരമാകാം. മൊത്തം കഴിക്കുന്ന ആഹാരത്തിന്റെ 25% ധാന്യങ്ങളായിരിക്കും. 25% പ്രോട്ടീൻ. 25% പ്രോട്ടീൻ. ബാക്കി അവശേഷിക്കുന്ന 50%-ന്റെ 60% അല്ലെങ്കിൽ 30% പച്ചക്കറികളായിരിക്കണം. പച്ചക്കറികൾ. 20% പഴങ്ങൾ. 20% പഴങ്ങൾ. വ്യക്തമായില്ല? നമ്മൾ മൊത്തം കഴിക്കുന്ന ആഹാരത്തിന്റെ 25% എന്ത് കഴിച്ചാൽ